നമ്മളിപ്പോൾ താമസം കൊടുക്കും വേഗം വാങ്ങും. പറമ്പിൽ വേറെ കാണുന്നില്ല. കസേരയൊക്കെ ഒന്നും എടുക്കുവായിരുന്നു. ഇനി നമുക്ക് മുമ്പെങ്ങാനും അകത്ത് പോയി കാണും. ഒരിക്കലില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തം വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ കാണാനുണ്ടല്ലോ. ഇനി അവരൊന്നും വരാതിരിക്കുമോ? എനിക്കെന്തോ പേര് തോന്നുന്നു. ഒരിക്കലും പേടിക്കപ്പെടുന്നേ. നമ്മൾ കൃത്യസമയത്ത് തന്നെ വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കെ. എന്നാൽ പിന്നെ നമുക്ക് തിരിട്ടടുത്ത് വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി നടന്നുണ്ടാവുന്നാലോ? അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി ട്രെയിൻ തരുന്നത് വരെ നമുക്ക് പാട്ട് പാടി ശ്രദ്ധിക്കാം. അതൊന്നും പറയാതിരിക്കണം നല്ലത്. ഇതൊന്നും നോക്കായത് ഇന്നിവിടെ ഗാനമേളയുണ്ടോ? ഇതറിഞ്ഞില്ല ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാലേ. അവനില്ലല്ലോ. നല്ല ഭക്തോടായിട്ട് തോന്നുന്നു. കണ്ടില്ലേ വെള്ളം വെള്ളം വിട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ കൂടെ വരാൻ അച്ഛനെ കണ്ടില്ലല്ലോ. ഇതെന്നെ പുതിയ ജോലിക്കാരൻ. അവിടെ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എനിക്ക് പക്ഷേ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിത് പോകുന്നില്ല. പിന്നെ നീ എന്താണ് ഇത്ര താമസിച്ചത്? രാവിലെ എനിക്ക് സുഖ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച് അതും സെറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാരൻ വിളിക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ വേണമോ? എന്റെ ഡാൻസ് കണ്ടില്ലേ? അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെ കൂടെ വേണമോ? എന്ത് ചെയ്യാനാ ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ? കാരണം നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? സ്വന്തം ഭാഷകാരുടെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പാട്ടുകാരുടെ മാർച്ച് ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യും. നീ ആദ്യം ഇത് പറ. ഫോളോവേഴ്സിന്റെ ഇൻഫ്ലുവൻസിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസും പിന്നെ മണ്ണോട് നേരെ ലൈക്കിന്റെ കാര്യം നടക്കുക ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചാറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീടുമില്ല, കറണ്ട് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോ ഒക്കെ ഞങ്ങളെന്തിനാ ലൈക്ക് അടിക്കുന്നേ? ഇതിനിടെ കൗതുകം ചോദിച്ചു. യജമാനൻ വരാറായും തോന്നുന്നു. നമുക്ക് എന്നിട്ട് സ്വിച്ച് കൊണ്ടവരെ വരവേൽക്കാം. എന്ത് എപ്പോഴാണ് വീടുകളായിട്ട് പുള്ളിക്കാരുടെ വീട് തന്നെയല്ലേ വരുന്നത്? എന്നാ നമുക്ക് കളിക്കുന്നില്ല. എന്നെ അയ്യോ, ഞാനും എടുക്കാൻ പറഞ്ഞു. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ? നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഇനി പറ്റി നമുക്ക് അവരോട് ചോദിച്ചു തൊക്കിട്ടു. അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങളൊന്നും തോന്നരുത്. നമുക്കൊരു കാര്യം തന്നാൽ നമുക്കും തരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ വാങ്ങുന്നതല്ലേ നല്ലത്? ചുരുക്കം ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രചരണക്കാരോട് ചോദിക്കേണ്ടത്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മളിതിന് ഇതിനോട് വേണ്ടിയിരുന്നേ. നമുക്ക് ഒരുമിച്ചിട്ട് വെള്ളയും വേണ്ടിട്ട് അറിയിക്കോളും. ഓരോരോ
ഇവിടുമാർക്ക് എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവിടെ ഒരാൾക്ക് കഥ കളിച്ചെന്നിട്ടാണ് ഇനി നമ്മളെ പഠിച്ചതിന് മുന്നേ. എന്റെ ബലമായ സംശയം യജമാനം വന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു, കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതിൽ തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയിക്കുന്നുണ്ടോ? ലോക്കലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയുന്നുണ്ടോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥ തുറക്ക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളാരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറി. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് തുറക്കൂല. ഹലോ, തുറക്കുന്നോ ഇല്ല? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഹലോ, ഐ ഗോ ടു ഓപ്പൺ ദി ഡോർ. ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലറായിട്ട് എന്നെ അറിയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോയി വിടുന്നത്. നീ എന്താ പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ ആളുകൾ കേട്ട് പേടിച്ചില്ല. ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കാൻ? വീട്ടിൽ പോയാൽ നമുക്ക് കിടന്നുറങ്ങുകയും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയടങ്ങും. ജാഗരൂകരായിരിക്കും. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കത് പേടിയാണ്. നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. നീ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദുര്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, തോർത്തും ആർക്കാടോ ചെടിയ മുഖങ്ങളിൽ ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. കുഞ്ഞുങ്ങളെ, ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. Wow.